നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. പ്രധാന വാർത്തകൾ. നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ ചർച്ചകൾക്കായി കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും വേൾഡ് ബാങ്കും കിളിയുമായി കൂടിയാലോചന യോഗം നടന്നു. ഷൊർണൂരിനെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു. സുസ്ഥിര തൃത്താല മാതൃകയെ ദേശീയതലത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ശേഷം വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പുനഃക്രമീകരിക്കുന്നത് ഡിജിറ്റലാക്കുന്നു. നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ സംബന്ധിച്ച ചർച്ചകൾക്കായി കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും വേൾഡ് ബാങ്കും കിളിയുമായി കൂടിയാലോചന യോഗം ചേർന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അനുരൂപീകരണ പദ്ധതിയുടെ രൂപീകരണത്തിനായി രാജ്യവ്യാപകമായി നടത്തിവരുന്ന കൂടിയാലോചനകളുടെ ഭാഗമായാണ് ഈ യോഗം ചേർന്നത്. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഡയറക്ടർ അഭിഷേക് ആചാര്യ, ലോക ബാങ്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിദഗ്ധൻ ദീപക് സിംഗ്, കാലാവസ്ഥാ വ്യതിയാന വിദഗ്ധ യഷിക മാലിക്, കില അസിസ്റ്റന്റ് പ്രൊഫസർ മോനിഷ് ജോസ്, രാജേഷ് പി എൻ, കിലയിൽ നിന്നുള്ള ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ രാജ്കുമാർ ആർ തുടങ്ങിയവർ സംബന്ധിച്ചു. DRR, CCA എന്നിവ മുഖ്യധാരയിൽ എത്തിക്കുന്നതിൽ കേരളത്തിലെ വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനവും അതിന് പിന്തുണ നൽകുന്ന സംവിധാനങ്ങളും വിശദമായി ചർച്ച ചെയ്തു. കിലയുടെ പ്രവർത്തനങ്ങളെ മന്ത്രാലയവും ലോകബാങ്കും പ്രശംസിക്കുകയും കേരളത്തിന്റെ മാതൃക ദേശീയതലത്തിൽ അനുരൂപീകരണ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ മാതൃകയാക്കാവുന്നതാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. ഷൊർണൂരിനെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു. അതിദരിദ്ര പട്ടികയിലുണ്ടായിരുന്ന 99 കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് നഗരസഭ ഈ നേട്ടം കൈവരിച്ചത്. നഗരസഭയുടെ അഭയകേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി ഇതോടൊപ്പം നിർവഹിച്ചു. ആയുർവേദ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. വീടില്ലാത്ത 5 കുടുംബങ്ങൾക്കാണ് നഗരസഭ സുരക്ഷിത ഭവനം ഒരുക്കി കൊടുത്തത്. വീടും സ്ഥലവും ഇല്ലാതിരുന്ന 4 കുടുംബങ്ങൾക്ക് ഡോക്ടർ CM നീലകണ്ഠൻ മനസ്സോട് തിരുമണ്ണ് പദ്ധതി വഴി സംഭാവന നൽകിയ 25 സെന്റ് ഭൂമിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാനുള്ള നടപടികളും സ്വീകരിച്ചു. ഈ 4 കുടുംബങ്ങളെ നഗരസഭ വാടക നൽകി വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവരെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റും. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായും നേട്ടം കൈവരിച്ച നഗരസഭ കൂടിയാണ് ഷൊർണൂർ. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഫാത്തിമത്ത് ഫർസാന വി, കെ കൃഷ്ണകുമാർ, പി ജിഷ, KM ലക്ഷ്മണൻ, CDS ചെയർപേഴ്സൺ VC സിന്ധു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സന്ദീപ് നന്ദിയും പറഞ്ഞു. സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുസ്ഥിര തൃത്താല മാതൃകയെ ദേശീയതലത്തിൽ അവതരിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്താകെ ഈ മാതൃക വ്യാപിപ്പിക്കാൻ ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. പരുത്തൂർ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷയായി. പദ്ധതി റിപ്പോർട്ട് അവതരണവും ആമുഖ അവതരണവും കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ AIAS നിർവഹിച്ചു. വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് സുസ്ഥിര തൃത്താലയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ 4 ഇരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നിരവധി കർഷകരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ജില്ലയിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ മണ്ഡലമായി തൃത്താലയെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. സുസ്ഥിര തൃത്താല പദ്ധതിക്ക് നേതൃത്വം നൽകിയ വിവിധ വകുപ്പുകളെ മന്ത്രി ചടങ്ങിൽ അഭിനന്ദിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ സുസ്ഥിര തൃത്താല വികസന വീഡിയോയും പ്രകാശനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP M സക്കറിയ, VV ബാലചന്ദ്രൻ, T സുഹറ, വിജീഷ് കുട്ടൻ, PK ജയ, P ബാലൻ, ഷറഫുദ്ദീൻ കളത്തിൽ, K മുഹമ്മദ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ P സെയ്തലവി സ്വാഗതവും DPO ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ശേഷം വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പുനഃക്രമീകരിക്കുന്നത് ഡിജിറ്റലാക്കുന്നു. ഇത് വേഗത്തിൽ നടത്താനുള്ള ടൂള് IKM തയ്യാറാക്കിയിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് മൊബൈൽ ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാവുന്ന പുതിയ DG ഡോർ പിൻ നമ്പറും തയ്യാറായിട്ടുണ്ട്. തീരുമാനം ഉടനുണ്ടാവും. ഒരു വാർഡിലെ കെട്ടിടങ്ങൾ ഇൻഫർമേഷൻ കേരള മിഷന്റെ ടൂൾ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തി ക്രമീകരിക്കാൻ ദിവസങ്ങളെ വേണ്ടിവരൂ. വിഭജനത്തിൽ അതിർത്തി മാറിയതനുസരിച്ച് പുതിയ വാർഡുകളിൽ വീടുകളടക്കമുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തി K-സ്മാർട്ടിൽ ചേർക്കുകയും വേണം. Qfield ആപ്പ് ഉപയോഗിച്ച് വാർഡുകളുടെ ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. കെട്ടിട നമ്പർ എങ്ങനെ വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ അടുത്തയാഴ്ച നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ടൂറിസം വളർത്തലിന് പുതിയ പദ്ധതി. കോട്ടയം ജില്ലയിലെ 4 മണിക്കാട്ടിനെ മാതൃകയാക്കി 50 ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ വയലും തോടും ഉൾപ്പെടുന്ന പ്രദേശം ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാക്കി മാറ്റും. തോടിൻ്റെ ഇരുവശത്തും 60 മീറ്റർ നീളത്തിൽ സുരക്ഷാ മതിൽ നിർമ്മിക്കും. ഇന്റർലോക്കിംഗ് ടൈലുകൾ ഉപയോഗിച്ച് നടപ്പാത വികസിപ്പിക്കുകയും സന്ദർശകർക്കായി ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്യും. സോളാർ ലൈറ്റുകൾ ഘടിപ്പിക്കും. ചെറുവത്തൂർ, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലായ തിമിരി, കൊടക്കാവയൽ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ 2 പഞ്ചായത്തുകളെയും സഹകരണത്തോടെയാണ് നടത്തുന്നതെന്ന് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയാര പറഞ്ഞു. ഇനി K-സ്മാർട്ടിലൂടെ ഓൺലൈനായി തൊഴിൽ നികുതി അടയ്ക്കാം.
ജൂൺ ആദ്യവാരം മുതൽ സേവനം ലഭിക്കും. സ്ഥാപനം നൽകുന്ന വിവരമനുസരിച്ച് തദ്ദേശ സ്ഥാപനം തൊഴിൽ നികുതി നിർണ്ണയിച്ച് ഒരു നമ്പർ നൽകും. K-സ്മാർട്ടിലെ ക്വിക്ക് പേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ നമ്പർ നൽകിയാൽ വിശദാംശം കാണാം. തുടർന്ന് ഓൺലൈനായി പണമടയ്ക്കാം. വാടകയും ഇനി K-സ്മാർട്ട് വഴി അടയ്ക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്തുള്ള വ്യാപാരികൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാം. K-സ്മാർട്ട് ഏപ്രിൽ 10 മുതൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരുന്നു. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, വ്യാപാര വ്യവസായ ലൈസൻസ്, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജന പരാതി പരിഹാരം, മൊബൈൽ ആപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഇപ്പോൾ K-സ്മാർട്ടിലുണ്ട്. ഇതിനോടകം 56 ലക്ഷം ഫയലുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. നവകേരള സൃഷ്ടിക്കായുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകളുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. മാലിന്യമുക്ത കേരളം പരിപാടി വിജയകരമാക്കി. 1304 തദ്ദേശ സ്ഥാപനങ്ങളിൽ വാതിൽപ്പടി പാഴ്വസ്തു ശേഖരണത്തിന് ഹരിതകർമ്മസേന രൂപീകരിച്ചു. ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ആശുപത്രികൾ, മാർക്കറ്റുകൾ, ഹോസ്റ്റലുകൾ, ഓഡിറ്റോറിയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങി പൊതു ഇടങ്ങളിലെല്ലാം വികേന്ദ്രീകൃത പദ്ധതികൾക്ക് തുടക്കമിട്ടു. പഞ്ചായത്തുകളിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചു. വാതിൽപ്പടി സേവനം നടപ്പാക്കി. മൃഗാശുപത്രികളിലും HMC രൂപീകരിച്ചു. പഞ്ചായത്തുകളിൽ പൗരാവകാശ രേഖ പ്രസിദ്ധീകരിച്ചു. ഈ സേവനങ്ങൾ നഗരങ്ങളിലെ K-സ്മാർട്ട് വഴി ലഭ്യമാക്കി. സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കാൻ K-സ്മാർട്ട് വികസിപ്പിച്ചു. 13.36 ലക്ഷം വ്യക്തികളും 18,469 സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ സമഗ്ര നിർത്തന പ്ലാൻ തയ്യാറാക്കി. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 354 പഞ്ചായത്തുകളിൽ ജലബജറ്റ്, 230 പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ ലഘൂകരിക്കാനായി മാപ്പത്തോൺ പദ്ധതി നടപ്പിലാക്കി. 3661 പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചു. 42,780.47 കിലോമീറ്റർ നീർച്ചാലുകളും 3866 കുളങ്ങളും പുനരുജ്ജീവിപ്പിച്ചു. 5,689 കുളങ്ങൾ നിർമ്മിച്ചു. 1133 ഹരിതസമിതി വാർഡുകൾ സ്ഥാപിച്ചു. 13 പഞ്ചായത്തുകളെ തരിശുരഹിതമായി പ്രഖ്യാപിച്ചു. 534 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജല ഗുണനിലവാര നിർണ്ണയ ലാബുകൾ സ്ഥാപിക്കാൻ ഭരണാനുമതിയായി. ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചു. അയൽക്കൂട്ടങ്ങളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും ഗ്രാമസഭകളുമായി ബന്ധപ്പെടുത്തി ഗ്രാമസഭകളിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ചു. ഗ്രാമസഭാ പോർട്ടൽ വികസിപ്പിച്ചു. സേവനാവകാശ നിയമം പരിഷ്കരിക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിൻ്റെ കരട് വിജ്ഞാപനം മെയ് 30 പ്രസിദ്ധീകരിക്കും. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2080 വാർഡുകളാണ് ഉള്ളത്. പുനർവിഭജനത്തിന് ശേഷം ഇത് 2267 വർദ്ധിക്കും. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും പരമാവധി 24 അംഗങ്ങളാണ് ഉണ്ടാവുക. കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡ് വിഭജനത്തിന് ശേഷമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുടെ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. 2011 സെൻസസ് ഡേറ്റയും ജനസംഖ്യാ വിതരണവും അടിസ്ഥാനമാക്കിയാണ് ഈ വിഭജനം നടത്തിയിരിക്കുന്നത്. ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അവ സമർപ്പിക്കാൻ സമയം നൽകും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്ത തപാലിലോ പരാതികൾ സമർപ്പിക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് വിഭജനം 2ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകളുടെ വിഭജനം നടക്കും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലും ഏറ്റവും കുറഞ്ഞത് 14 അംഗങ്ങളെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അന്തിമ വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. അധിനിവേശ ജീവജാലങ്ങളുടെ നിർമ്മാർജ്ജനം എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ നിന്ന് അധിനിവേശ ജീവജാലങ്ങളെ ഫലപ്രദമായി ഉന്മൂലനം ചെയ്യാനുള്ള വിവിധ ആശയങ്ങൾ ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. തകഴി ഗ്രാമപഞ്ചായത്ത് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം പ്രകാശനവും വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രാദേശികതല ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി പ്രകാശനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ, ആലപ്പുഴ ST കോളേജ് സൂളജി വിഭാഗം മേധാവിയും ജലവിഭവ ഗവേഷണ കേന്ദ്ര മേധാവിയുമായ ഡോക്ടർ G നാഗേന്ദ്രപ്രഭു, ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് മാത്യു എന്നിവർ ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ജോസ്, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചീകരണത്തിനൊപ്പം വരുമാനവും കണ്ടെത്തുന്ന പ്രവർത്തനവുമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത്. നാട് മാലിന്യമുക്തമാക്കുന്നതിനൊപ്പം അതേ മാലിന്യത്തിൽ നിന്ന് വരുമാനം കൂടി കണ്ടെത്തുകയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യ സംസ്കരണത്തിൽ 26 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് കർമ്മനിരതരായി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. 14 വാർഡുകളിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഇരട്ടയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മെറ്റീരിയൽസ് റിക്കവറി ഫെസിലിറ്റി സെന്ററിൽ എത്തിച്ച് തരംതിരിച്ച് ഡസ്റ്റ് റിമൂവിംഗ് മെഷീൻ്റെയും ബെയിലിംഗ് മെഷീൻ്റെയും സഹായത്തോടെ കെട്ടുകളാക്കിയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ശേഖരിച്ച മാലിന്യത്തിൽ നിന്ന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്ത് നേടാൻ സാധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. ഇത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് വിനിയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിലും മികച്ച മാതൃകയായ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫിയും സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തലത്തിലും പുരസ്കാരങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ മാലിന്യ സംസ്കരണത്തിൽ മികച്ച പഞ്ചായത്തിനുള്ള പരാമർശം ലഭിച്ചിരുന്നു. പുഴക്കാട്ടേരി സംയോജിത കൃഷി ലൈവ് സർവീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പുഴക്കാട്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ CDSലെ തിരഞ്ഞെടുത്ത 7 വാർഡുകളിലെ കർഷകരെ ഉൾപ്പെടുത്തി ആരംഭിച്ച
ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി ക്ലസ്റ്ററിലെ 300ഓളം വരുന്ന കർഷകരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി ആധുനിക യന്ത്രസജ്ജീകരണങ്ങളോടെയാണ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. പരിപാടിയിൽ പുഴക്കാട്ടിരി CDS ചെയർപേഴ്സൺ വനിതാ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. അബ്ദുൽ കരീം അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. അമൃത് മിത്ര പദ്ധതിയുടെ ഉദ്യമമായ ഹരിതനഗരം ക്യാമ്പയിൻ വിമൻ ഫോർ ട്രീ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് അമൃത് മിഷൻ കുടുംബശ്രീ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥയെ വ്യതിയാനങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനമായ ജൂൺ 6 മുതൽ ഓഗസ്റ്റ് വരെ വൃക്ഷത്തൈകൾ നടും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 93 നഗരസഭകളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ തണൽ വൃക്ഷങ്ങളും ഫലവൃക്ഷത്തൈകളും നടും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സംയുക്ത സ്ഥലപരിശോധന നടന്നുവരികയാണ്. സ്ഥലപരിശോധനയ്ക്ക് ശേഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും അവരെക്കൊണ്ട് വൃക്ഷത്തൈകൾ നടിയിക്കുകയും ചെയ്യും. വടകര ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 5 ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ വിതരണം ചെയ്തു. പ്രസിഡന്റ് KP ഗിരിജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VK സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സത്യൻ മാസ്റ്റർ, അംഗങ്ങളായ PP അജിത, VP ബിന്ദു, BDO ദീപുരാജ്, CDPO KV രജീഷ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർധനരായ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 188 കട്ടിലുകളാണ് വിതരണം ചെയ്തത്. കട്ടിലുകളുടെ വിതരണം കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഹാളിൽ വെച്ച് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് കട്ടിൽ വിതരണം നടത്തിയത്. പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് 7.14 ലക്ഷം രൂപയും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 68,989 രൂപയും മുടക്കിയാണ് കട്ടിലുകൾ ലഭ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു രാജേഷ്, ജയന്തി ബിജു, പഞ്ചായത്ത് പ്രോജക്ട് അസിസ്റ്റന്റ് ശരണ്യ രാജു, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ആധുനിക മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി ആൻഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം MM മണി MLA നിർവഹിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കുന്നതിന് മെറ്റീരിയൽ ഡെഗ്രിഗേഷൻ ഫെസിലിറ്റി സംവിധാനവും കളക്ഷൻ കൗണ്ടറുകളും നവീകരിച്ച മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. 13 ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ടത്. പ്ലാസ്റ്റിക് മാലിന്യം കെട്ടുകളാക്കി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 2 ബെയിലിംഗ് മെഷീൻ, ശേഖരിക്കുന്ന കുപ്പികളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയും പൊടിയും ചിലയും നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡസ്റ്റ് റിമൂവിംഗ് മെഷീൻ എന്നിവയും മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെന്ററിൽ നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി ആൻഡ് റിസോഴ്സ് സെന്ററിൽ ചേർന്ന യോഗത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കുട്ടി കണ്ണമുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ശുചീകരണ തൊഴിലാളികളെ M. വിജിൻ MLA ആദരിച്ചു. മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വേസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടും MLA പ്രകാശനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈറു ഫിലിപ്പ്, ഡോക്ടർ K. സുദീപ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരൺ തുടങ്ങിയവർ സംസാരിച്ചു. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ മലപ്പുറം ജില്ലയിൽ സന്ദർശനം നടത്തി. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയുന്നതിനാണ് ധനകാര്യ കമ്മീഷൻ സന്ദർശനം നടത്തിയത്. ആസൂത്രണ സമിതി ചെയർപേഴ്സണായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് ആമുഖം അവതരിപ്പിച്ചു. എല്ലാ ജില്ലകളിലും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ആസൂത്രണ സമിതി അംഗങ്ങളായ ശ്രീദേവി പ്രാക്കുന്ന്, സമീറ പുള്ളിക്കൽ, ഷെഹർബാൻ, സുഭദ്ര ശിവദാസൻ, റൈഹാനത്ത് കുറുമാടൻ, ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി P. അനിൽ പ്രസാദ്, പ്ലാനിംഗ് ഓഫീസർ MD ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. നാം അലക്ഷ്യമായി അലസമായി വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ, അന്യന്റെ വീട്ടുവളപ്പിലേക്കും വഴിയോരങ്ങളിലേക്കും വെളിപ്രദേശങ്ങളിലേക്കും ബോധപൂർവമായും അല്ലാതെയും നാം കൈയൊഴിയുന്ന ഉച്ഛിഷ്ടങ്ങൾ. കുമിഞ്ഞുകൂടുന്ന ആ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും മുളപൊട്ടി ഉണരുന്ന മഹാരോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും സഹസ്രദംഷ്ട്രകൾ. ആ കൂർത്ത വിഷപ്പല്ലുകളിൽ നിന്നും പ്രാണവായുവിലേക്കും ദാഹജലത്തിലേക്കും അന്നത്തിലേക്കും കിനിഞ്ഞിറങ്ങുന്ന കൊടും വിഷങ്ങൾ. ഏതൊരു വികസ്വര ഗ്രാമത്തെയും എന്ന പോലെ കതിരൂരിൻ്റെയും പ്രധാന പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു വർദ്ധിച്ചുവരുന്ന മാലിന്യങ്ങൾ.
ഒരു കാലത്ത് സമ്പന്നമായിരുന്ന കതിരൂരിലെ കാർഷിക വൃത്തികൾ ഏറെക്കുറെ നിലച്ചതോടെ ജൈവ മാലിന്യങ്ങൾ തിരികെ കൃഷിയിലേക്ക് വളമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഇല്ലാതായി. ഉപഭോഗ ജീവിതശൈലി നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് അതിവേഗം ഇരച്ചെത്തിയതോടെ ഉപയോഗിച്ചുപേക്ഷിക്കുക എന്ന വികൃത രീതി ഇവിടെയും കണ്ടുവന്നു തുടങ്ങി. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാരിസ്ഥിതിക പഠനങ്ങളിലെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് പ്രചോദനമായത്. വിദ്യാലയമുറ്റത്ത് സമർത്ഥമായെത്തുന്ന ചിത്രശലഭങ്ങളെ കേന്ദ്രീകരിച്ച് നടന്ന പഠനങ്ങളിൽ രാസമാലിന്യങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പൂമ്പാറ്റകൾ മുട്ടയിടാനെത്തുന്നതെന്നും അത്തരമിടങ്ങളിൽ ആവാസ വ്യവസ്ഥ ഏറെക്കുറെ പരിപാലിക്കപ്പെടുന്നു എന്നും വ്യക്തമായി. കുട്ടികൾക്കായി സംഘടിപ്പിച്ച നിരവധി ബോധവൽക്കരണ ക്യാമ്പുകളിൽ കൂടി അവരിൽ അവബോധം സൃഷ്ടിക്കാൻ മാത്രമല്ല, അവ പ്രാവർത്തികമാക്കാൻ സ്കൂൾ അധികൃതരുടെ കൂടെ പഞ്ചായത്ത് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വവും തന്റെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് ഓരോ വിദ്യാർത്ഥിയെയും ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, പ്രായോഗിക തലത്തിൽ വിജയകരമായി അവ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതുകൂടി ആ നേട്ടത്തെ തിളക്കമുള്ളതാക്കി. 70 വീടുകൾക്ക് ഒരയൽക്കൂട്ടം എന്ന രീതിയിൽ ഒരു 7-അംഗ സമിതിയാണ് വീടുകൾക്ക് വേണ്ടി രൂപീകൃതമായത്. എല്ലാ വീടുകളിലും ഓരോ കമ്പോസ്റ്റ് കുഴി നിർമ്മിച്ച് വീട്ടിലുണ്ടാവുന്ന ഖരമാലിന്യങ്ങളിലെ മണ്ണിനോട് ലയിക്കുന്ന ജൈവ മാലിന്യങ്ങളെ ഈ കുഴിയിൽ നിക്ഷേപിക്കാനുള്ള പ്രേരണ നൽകുക എന്നതായിരുന്നു ഒരു പരിഹാരമാർഗം. അതോടൊപ്പം ഇവ ചെടികൾക്കുള്ള വളമായോ മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കാനോ ഉള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. മാലിന്യ സംസ്കരണ രംഗത്തെ ഏറ്റവും വലിയ തലവേദനയായ പ്ലാസ്റ്റിക്കിനെ അവ ഏത് വിഭാഗത്തിലുള്ളവയായാലും വീട്ടുകാർ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി പ്രത്യേകം സൂക്ഷിച്ച് സുസ്ഥിര വോളണ്ടിയർമാർക്ക് കൈമാറുകയോ ഓരോ വാർഡിലും വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ശുചിത്വ ബോക്സിൽ നിക്ഷേപിക്കുകയോ ചെയ്യണം. പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയിട്ടുള്ള വോളണ്ടിയർമാർ കൃത്യദിവസത്തെ ഇടവേളകളിൽ വീടുകളിൽ നിന്നും ഇത് ശേഖരിച്ചു. ശാസ്ത്രീയമായി പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്.
സമിതിയാണ് മാർക്കറ്റുകളുടെ ശുചിത്വത്തിനായി രൂപീകരിച്ചിട്ടുള്ളത്. 7 അംഗ സമിതികൾ ഓരോ സ്കൂളിലും രൂപീകരിക്കപ്പെട്ടു. ചുരുങ്ങിയത് 7 പേരെങ്കിലും അടങ്ങുന്ന സമിതികൾ തന്നെയാണ് അംഗൻവാടികളുടെ ശുചിത്വത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്നത്. വാർഡ് തല സുസ്ഥിര ശുചിത്വ സമിതി. ഓരോ വാർഡിലെയും അതാത് വാർഡ് മെമ്പർ ചെയർമാനായുള്ള 13 അംഗ സമിതിയാണ് ഇത്. പഞ്ചായത്ത് തല സുസ്ഥിര ശുചിത്വ സമിതി. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും സെക്രട്ടറി കൺവീനറുമായുള്ള 51 പേരുള്ള കമ്മിറ്റിയാണിത്. വ്യത്യസ്തവും നൂതനവുമായ സംരംഭങ്ങൾ ഭ്രാന്തനാശയങ്ങളായി മുദ്ര ചാർത്തപ്പെടുന്നത് പതിവ് കാഴ്ചകളാണ്. എന്നാൽ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിശീലന പരിപാടി നിരവധി ജലസ്രോതസ്സുകളുള്ള കതിരൂരിലെ ജനങ്ങൾ ഒരു ഉത്സവം പോലെയാണ് ഏറ്റെടുത്തത്. അങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി ചെറുതും വലുതുമായ നീന്തൽ പരിശീലനങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം നീന്തൽ പഠനത്തിന് ആവശ്യമായ ജലാശയങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കാൻ ആരംഭിച്ചു. നീന്തൽ പഠന ദൗത്യം പൂർത്തിയാവുമ്പോഴേക്കും മാലിന്യങ്ങൾ അഴുകി നിറഞ്ഞ ജലസ്രോതസ്സുകളെല്ലാം ശുചിയാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. കേരള സംസ്ഥാനത്തെ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും വടക്കേയറ്റത്ത് ചരിത്രത്താളുകളിൽ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ വീരപാരമ്പര്യമുള്ള ഗ്രാമമാണ് കരിവെള്ളൂർ. വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയിൽ അയൽ ഗ്രാമങ്ങളെ അതിശയിപ്പിച്ച മണ്ണ്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ പ്രോജ്വല ശോഭയിലാണിപ്പോൾ. അതിന്റെ തെളിമയാർന്ന ചിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. സാമൂഹ്യനീതി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ മുൻനിർത്തി നിരവധി ക്ഷേമ പദ്ധതികൾ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു. മുതിർന്ന പൗരന്മാരുടെ വാർദ്ധക്യകാല ജീവിതം ആനന്ദകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടി വരീക്കരയിലും മധുരക്കൂട്ടും വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ട്. ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വയോജന ക്ഷേമ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു വരുന്നു. 2390 പേർ ഗ്രാമപഞ്ചായത്ത് മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങി വരുന്നുണ്ട്. പട്ടികജാതി കോളനികളിൽ അടിസ്ഥാന വികസന കാര്യത്തിൽ മുന്തിയ പരിഗണന നൽകി വരുന്നു. വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിൽ സാമ്പത്തിക സഹായം, ലാപ്ടോപ്പ്, പഠനമുറി എന്നിവയും പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം, സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾ എന്നിവയും നടപ്പിലാക്കി വരുന്നുണ്ട്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ നിരവധി പദ്ധതികൾ ഭിന്നശേഷിക്കാർക്കു വേണ്ടി നടപ്പിലാക്കി വരുന്നു. ഭിന്നശേഷി ഗ്രാമസഭ വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2009 കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമാലയ ബഡ് സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചു. 6 കുട്ടികളെ പ്രവേശിപ്പിച്ച് തുടക്കം കുറിക്കുകയും പ്രസ്തുത വർഷം 24 കുട്ടികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സമീപ പഞ്ചായത്തുകളിൽ നിന്നും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കുട്ടികൾ വന്ന് 50 മുകളിലായതോടെ കെട്ടിട സൗകര്യം അപര്യാപ്തമായി മാറി. കൂക്കാനത്ത് സൗജന്യമായി ലഭിച്ച 50 സെന്റ് സ്ഥലത്ത് 1,11,00,000 രൂപ ചെലവിൽ
സൗകര്യപ്രദമായ കെട്ടിടം നിർമ്മിച്ചു. 24/12/2022 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ സുമനസുകൾ സംഭാവനകൾ നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ സിലബസ് ഉപയോഗിച്ചാണ് പഠന പ്രക്രിയ നടത്തുന്നത്. ആജീവിക ഉപജീവന പദ്ധതിയുടെ ഭാഗമായി നിരവധി പരിശീലന പരിപാടികളും യൂണിറ്റുകളും ആരംഭിക്കാൻ സാധിച്ചു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, സംസാരശേഷി വികസിപ്പിക്കുന്നതിനും ഫിസിയോതെറാപ്പിയിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും സേവനം ഒരുക്കിയിട്ടുണ്ട്. സർഗാത്മക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിന് സ്കൂൾ, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. സഞ്ജീവനി അഗ്രി തെറാപ്പിയിലൂടെ പച്ചക്കറി, ഫലവൃക്ഷത്തൈ നടീൽ എന്നിവയിലൂടെ കൃഷിയിലേർപ്പെട്ട് മാനസിക ശാരീരിക വ്യായാമവും ഉല്ലാസവും ലഭിക്കുന്നു. ബാലസഭാ പ്രവർത്തനം ബഡ് സ്കൂളിൽ ഫലപ്രദമായി നടക്കുന്നുണ്ട്. അമ്മമാരുടെ അയൽക്കൂട്ടത്തിലൂടെ കുടുംബശ്രീ മിഷന്റെ പ്രത്യാശ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ടൈലറിംഗ് യൂണിറ്റ് നടത്തിവരുന്നു. മുഴുവൻ കുട്ടികളെയും നിരാമയ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം ബസ് സ്റ്റാൻഡിന് വേണ്ടി 2 കോടി രൂപ മുടക്കി ബസ് സ്റ്റാൻഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം പൂർത്തിയാവും. മാത്രമല്ല, നമ്മൾ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 2 ഏക്കർ സ്ഥലത്ത് വലിയ രീതിയിലുള്ള MCF, ഈ നമ്മുടെ പ്ലാസ്റ്റിക് വേർതിരിക്കാൻ വേണ്ടിയുള്ള MCF നല്ല രീതിയിലുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല സംവിധാനങ്ങൾ. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ 2500 വർഷം മുമ്പ് ആൾക്കാർ താമസത്തിന്റെ തെളിവാണ് ഈ പാർക്കിംഗ്. ഇത് നമ്മുടെ കീഴടി, തമിഴ്നാട്ടിലെ കീഴടി എന്ന സ്ഥലത്ത് അവർക്ക് ഇത്രത്തോളം രൂപത്തിലുള്ള പാത്രങ്ങളെ കിട്ടിയിട്ടില്ല. അവർക്ക് ചെറിയ ചെറിയ ഫീസുകളൊക്കെ. ഇതിന്റെ തെളിവുകളൊക്കെ നമ്മുടെ ചരിത്ര ഗവേഷകർ വന്ന് പഠിച്ച് അത് ഇത്രത്തോളം 2500 വർഷം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ മണികണ്ഠൻ ഇതിനെ കുറിച്ചൊരു ഗവേഷകനാണ്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അട്ടപ്പാടിയിലെ ചരിത്രത്തെ കുറിച്ചുള്ള ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തരാം. നമ്മളൊന്നും കാണാത്തൊരു തൊഴിൽ പദ്ധതി. ഏകദേശം 15 കോടി രൂപയാണ് ഒരു വർഷത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത്. ഈ നമ്മുടെ ഭരണസമിതി കാലാവധിയിൽ ഏകദേശം 25 റോഡുകൾ കോൺക്രീറ്റ് തന്നെ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ സാധിച്ചു. മാത്രമല്ല, അത് ഏകദേശം 500 കൂടുതൽ കാറ്റൽ ഷെഡ്. ഇവിടെ ഒരു ശീല കൃഷി കൂടുതലുള്ള പഞ്ചായത്താണ്. 500ഓളം കാറ്റൽ ഷെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴികൾ വളർത്താനുള്ള ഇത്, പിന്നെ ഇവിടെ ആടുകൾ വളർത്താനുണ്ട്. ആടുകളുടെ വളർത്താനുള്ള ഷെഡ്, ഇങ്ങനെ 100 കൂടുതൽ ഷെഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ ട്രൈബൽ പ്ലസ് കൂടുതൽ ആൾക്കാരെ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഉദ്യോഗസ്ഥക്കാരും 100 ദിവസത്തെ എക്സ്ട്രാ 100 ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു പഞ്ചായത്താണ്. 200 കൂടുതൽ ആൾക്കാർ 200 ദിവസം ജോലി ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ട്. 100 ദിവസം തന്നെ അധികം കുടുംബങ്ങൾ ചെയ്യും. ഏകദേശം ജനറൽ ആൾക്കാർ തന്നെ 10,000 കൂടുതൽ 100 ദിവസം ചെയ്യുന്ന മാൻഡേറ്റ്സുകൾ ചെയ്യും. അതങ്ങനെ അതുമായി ബന്ധപ്പെട്ട
വലിയ രീതിയിലുള്ള തൊഴിൽ പദ്ധതി ഉപയോഗപ്പെടുത്തുന്ന ഒരു പഞ്ചായത്തായിട്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് 2 വർഷങ്ങളായിട്ട് ഓരോ വർഷം ഏറ്റവും കൂടുതൽ ചെലവഴിച്ച പഞ്ചായത്ത് 2ാം പഞ്ചായത്തായിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് മുമ്പത്തെ വർഷം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷവും കൂടി ഓരോ വർഷം ചെലവഴിച്ച അതേ മാൻഡേറ്റ്സ് കൂടുതൽ മാൻഡേറ്റ്സ് ഈ വർഷം നമ്മൾ ഇതുവരെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കൂടുതലായിട്ട് ചെയ്യും. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാവിധ മേഖലയ്ക്കും നമ്മൾ ഫണ്ടുകൾ മാറ്റിവെച്ച് പ്രത്യേക ആരോഗ്യ മേഖലയ്ക്കാണ് കൂടുതൽ നമ്മൾ ഫണ്ട് വെച്ച് നല്ല രീതിയിൽ തന്നെ ആരോഗ്യ മേഖല കൊണ്ടുപോയിട്ട്, അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇനിയും കഴിഞ്ഞ ഈ ഭരണസമിതി നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം സമസ്ത മേഖലയിൽ എല്ലാ മേഖലയിലും കൃഷി, ആരോഗ്യം, അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ കൃഷിയിലാണെങ്കിൽ ഗ്രൂപ്പുകൾക്ക് ഓരോ 30 ലക്ഷം രൂപ വെച്ച് നമ്മുടെ കൃഷിക്കാർക്ക് ഓരോ ഗ്രൂപ്പിലും ഏറെക്കുറെ 20 ലക്ഷം രൂപ വരെ സബ്സിഡി ആയിട്ട് കൊടുത്തുകൊണ്ട് പിന്നെ കൃഷി മേഖല വളരെ നല്ല രീതിയിൽ, അതായത് ഈ വാഴ, പച്ചക്കറി അങ്ങനെയുള്ളതിന് പ്രോത്സാഹനം ചെയ്യുന്നതിന് ഇപ്പോൾ അട്ടപ്പാടിയിൽ നല്ല രീതിയിൽ അതിന് നല്ലൊരു എമൗണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 30 ലക്ഷം രൂപയോളം ആ രീതിയിൽ ഗ്രൂപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്ഷീര വികസന മേഖലയിലും പശുക്കളെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അട്ടപ്പാടിയിൽ ആരോഗ്യ മേഖലയിലാണ് നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിക്കിൾ സെൽ അനീമിയ, അതേപോലെ ശിശുമരണം അങ്ങനെയുള്ള ഇതിലായിരുന്നു കോട്ടത്തറ ഹോസ്പിറ്റൽ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് തന്നെ ഏറെക്കുറെ 1300 മേജർ സർജറി ഇപ്പോൾ കോട്ടത്തറ ഹോസ്പിറ്റലിൽ നടത്തി. സാധാരണ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഇതാണ് ഇപ്പോൾ ഉള്ളത്. താലൂക്ക് ആശുപത്രിൻ്റെ ആ ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിന് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഈ 1 വർഷം കൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ സജ്ജമാക്കി ആരോഗ്യ മേഖല ആ രീതിയിൽ തന്നെ കൊണ്ടുണ്ട്. അതേപോലെ അട്ടപ്പാടിയിലുള്ള ഈ സിക്കിൾ സെൽ അനീമിയ രോഗം വലിയ ബാധകമായിട്ടുണ്ട് അട്ടപ്പാടിയിൽ മൊത്തം. അപ്പോൾ അതിനെ ഇപ്പോൾ സ്ക്രീനിങ് ചെയ്ത് രോഗികളെ കണ്ടുപിടിച്ച് അതിനുള്ള ഒരു കരുതലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ മേഖലയിലും അട്ടപ്പാടിയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ശുചിത്വ മേഖലയിലാണെങ്കിൽ ചാവടിയൂർ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളായിട്ട് ഒത്തിരി ജനങ്ങൾ ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സൗകര്യം ചെയ്യാനും ഒരു ഇതിനു വേണ്ടി ഒരു ജൈവ വൈവിധ്യ പാർക്ക് അതിൻ്റെ 1ാം ഘട്ടം പണി പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ സ്ഥലത്തിൻ്റെ ചെറിയൊരു ഇതായിട്ട് നിൽക്കുകയാണ്. അതും ഈ വർഷം പൂർത്തീകരിക്കും. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ബിൽഡിങ് ഞങ്ങൾക്ക് സൗകര്യം കുറവാണ്, ഇപ്പോൾ കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് തനത് വരുമാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ബിൽഡിങ്ങും അതിൻ്റെ കാര്യങ്ങളും അങ്ങനെയാണ്. എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് തന്നെ വളരെ നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ട് ST ആളുകൾക്ക് മൊത്തം നമ്മൾ ഊരുകളിൽ വികസനം ചുറ്റുമതിലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മലപ്രദേശമാണ് അവരുടെ ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഈ പന്നി, പുലി അങ്ങനെ ആനകളൊക്കെ വരുന്നതുകൊണ്ട് ചുറ്റുമതിലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർലോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മുറ്റമൊക്കെ. അതുപോലെ ഷെഡുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഈ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള ഷെഡുകൾ. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് കുടിവെള്ളങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ടാങ്കുകൾ വേണം പറഞ്ഞ് അത് കൊടുത്ത്. പിന്നെ വയസ്സായ ആൾക്കാർക്ക് കട്ടിൽ, പിന്നെ അങ്ങനെ ഒരുപാട്. പിന്നെ വനിതകൾക്ക് കറവ പശു, വയസ്സായ ആൾക്കാർക്ക് വനിതകൾക്കും പിന്നെ വയസ്സായ ആൾക്കാർക്കും കന്നുകുട്ടി പറയും, അത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താണ് ആവശ്യം അത് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പിന്നെ 1-2 ഊരുകളിൽ പാലില്ല പറഞ്ഞിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഊരിലിപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് PMGCയിൽ ഒരു 5 പാലം വയ്ക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്കോളർഷിപ്പിൻ്റെ പരിപാടി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷി ആവശ്യത്തിനുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കൃഷിഭവൻ മുഖാന്തരം നമ്മൾ പദ്ധതി അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് അങ്ങനെ ഓരോന്നും എല്ലാം എന്തൊക്കെയാണ് വേണമെന്ന് കൃഷിക്ക് പറയുന്നോ അത് മൊത്തം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ റോഡുകളില്ലെങ്കിൽ റോഡുകൾ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും സൈഡ് കെട്ടുവാണെങ്കിൽ അത് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ 4-5 കർഷകർ ഒന്നിച്ച് കൂടിയിട്ട് അവർക്ക് കൃഷിക്കുള്ള ആവശ്യമുള്ള വെള്ളം ലിഫ്റ്റ് ഇറിഗേഷൻ പോലത്തെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ST ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്. പിന്നെ ഊരുകളിൽ കുടിവെള്ളങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സമ്പൂർണ്ണ കുടിവെള്ളങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെയും വന്നിട്ടുണ്ട്. പഞ്ചായത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ വെക്കാറുണ്ട്. ജില്ലാ പഞ്ചായത്ത് എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലാവരും ഇവിടെ എല്ലാ ആൾക്കാരും തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആൾക്കാരാണ്. മൊത്തം ആൾക്കാരുടെ കാർഡ് എടുത്ത് അവർക്ക് വർക്കുകൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. തടസ്സങ്ങളില്ലാതെ നമ്മൾ നല്ല രീതിക്ക് ചെയ്തു പോകുന്നുണ്ട്. ST ആളുകൾക്ക് ഊരുകളിൽ ജിമ്മിനേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ ചെറുപ്പക്കാരും ഇപ്പോൾ പ്രഷറും ഷുഗറും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ജിമ്മിനേഷൻ വേണം പറഞ്ഞു. എല്ലാ ഊരിലും വെച്ച് കൊടുത്തു, ഓരോ ഊരിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ചിൽഡ്രൻസ് പാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എല്ലാ സ്ഥലത്തും ആൾക്കാർ വേണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ST ഊരുകളിലായാലും ബസ് പോകുന്ന സ്ഥലങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. PMAY വീടുകളുണ്ട്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ്റെ വീട് റിപ്പയറുകൾ കൊടുക്കുന്നുണ്ട് ST ആളുകൾക്ക്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ST ആളുകൾക്ക് വേണ്ടിയിട്ട് അധികം STക്കാണ് ഫണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ജനറൽ ആൾക്കാർക്ക് SC ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. പോപ്പുലേഷൻ 12,000 ആൾക്കാരാണ് ഉള്ളത്. അതിൽ 6,000 ആളുകളുടെ തൊഴിലുറപ്പ് കാർഡൊക്കെ ഉണ്ട്. മൊത്തം ആദിവാസി ST ഊരുകളാണ് മൊത്തം ഉള്ളത്. 67 ഊരുണ്ട് ST ഊര്. 1-2 ഊര് കൂടിയിട്ടുണ്ട് പറയുന്നത്. അതിന് എങ്ങനെയെന്ന് അറിയില്ല. 67 ഊരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഊരിൽ എന്തൊക്കെയാണ് വേണ്ടതുള്ളത് ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. പുതൂർ പഞ്ചായത്തിൻ്റെ ലൈബ്രറി ഉണ്ട്. അതിൽ ആൾക്കാർ ബുക്കുകൾ അതിന് 50,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. വർഷം ബുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയും വന്ന് പറയും ബുക്കുകൾ വേണം, ഇന്ന ബുക്കാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതിന് പൈസ വെച്ച് മാറ്റി കൊടുക്കാറുണ്ട്. അതിൽ ആൾക്കാർ വരുന്നുണ്ട്, ബുക്കുകൾ കൊണ്ടുപോയി വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. അതുപോലെ അട്ടപ്പാടിയിൽ പുതൂർ പഞ്ചായത്തിൽ എല്ലാ റോഡുകളും നിങ്ങൾക്കറിയാം, എല്ലാ ഊരുകളിലുള്ള റോഡുകളൊക്കെ നമുക്കുണ്ട്. എല്ലാം PMGC റോഡുകളും പഞ്ചായത്ത് റോഡും എല്ലാ റോഡുകളും അങ്ങനെ വൃത്തിയായിട്ട് നല്ല റോഡുകളായിട്ടുണ്ട്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.